ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു നോളജ് വില്ല. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം കേരള ചരിത്രമാണല്ലോ. ഇത് നമ്മൾ തിരുവിതാംകൂർ, കൊച്ചി, ഐക്യ കേരളം തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തിരുവിതാംകൂറിനെ കുറിച്ച് പറയാം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആരംഭം കുറിച്ചത് മലയാളി മെമ്മോറിയലാണ്. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891. മലയാളി മെമ്മോറിയലിന് നേതൃത്വം കൊടുത്തത് GP പിള്ള. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചതോ 1896. അപ്പോൾ മലയാളി മെമ്മോറിയൽ 1891, ഈഴവ മെമ്മോറിയൽ 1896. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ ആളാണ് ഡോക്ടർ പൽപ്പു. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം എന്നാണ് അറിയപ്പെടുന്നത്. 1932 നിവർത്തന പ്രക്ഷോഭം നടന്നത്. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? NV ജോസഫ്, PK കുഞ്ഞ്, C കേശവൻ. ഉത്തരവാദിത്വ പ്രക്ഷോഭം നടന്ന വർഷമോ 1938. നിവർത്തന പ്രക്ഷോഭം 1932. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും സംവരണം ആവശ്യപ്പെട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭമെങ്കിൽ ഉത്തരവാദിത്വ പ്രക്ഷോഭം നടന്ന വർഷം 1938. മനസ്സിലാക്കുക. നിവർത്തന പ്രക്ഷോഭം 1932, ഉത്തരവാദിത്വ പ്രക്ഷോഭം 1938. 1938 രൂപം കൊണ്ട തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? പട്ടം താണുപിള്ള. സർ CP രാമസ്വാമി അയ്യരുടെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ 1946 നടന്ന സമരം ഏതാണ്? പുന്നപ്ര വയലാർ സമരം. ഇനി കൊച്ചിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇലക്ട്രിസിറ്റി സമരം നടന്ന വർഷം ഏതാണ്? 1936. ആർക്കെതിരെയാണ് വൈദ്യുതി സമരം നടന്നത്? ഷൺമുഖം ചെട്ടി. കൊച്ചി രാജ്യപ്രജാമണ്ഡലം സ്ഥാപിച്ച വർഷം 1941. കൊച്ചി രാജ്യപ്രജാമണ്ഡല രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് VR കൃഷ്ണൻ എഴുത്തച്ഛൻ, S നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതോ? E ഇക്കണ്ടവാരിയർ, പനമ്പള്ളി ഗോവിന്ദമേനോൻ, K അയ്യപ്പൻ. ഇനി ദേശീയ പ്രസ്ഥാനവും സ്ത്രീകളും എന്ന വിഷയത്തിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. കോൺഗ്രസിൻ്റെ വടകര സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ സമ്മേളനം ചേർന്ന വർഷം 1931. കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം കോൺഗ്രസിൻ്റെ വടകര സമ്മേളനമാണ്. മലബാറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? AV കുട്ടിമാളു അമ്മ. തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതോ? അക്കാമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ എന്നിവരാണ്. അക്കാമ്മ ചെറിയാൻ, ആനി മസ്ക്രീൻ. ഹരിജനോദ്ധാരണത്തിന്റെ ഭാഗമായി തൻ്റെ ആഭരണങ്ങൾ മുഴുവനും ഗാന്ധിജിക്ക് നൽകിയത് ആരാണ്? കൗമുദി ടീച്ചർ. ഐക്യ കേരളം നമുക്ക് നോക്കാം. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ സമ്മേളനം. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23, 26 ഒറ്റപ്പാലത്ത് വെച്ച്. ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷനാരായിരുന്നു? D പ്രകാശം. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് D പ്രകാശം. പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനാരാണ്? ജവഹർലാൽ നെഹ്റു. കേരളത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായി പുനഃസംഘടിപ്പിക്കണം എന്ന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം പയ്യന്നൂർ സമ്മേളനമാണ്. 1947 തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷനാരായിരുന്നു? K കേളപ്പൻ. സ്വാതന്ത്ര്യപ്രാപ്തിക്കു ശേഷം ഐക്യ കേരള കൺവെൻഷൻ നടന്നതോ? ആലുവയിൽ വെച്ചാണ്. ഇനി തിരുക്കൊച്ചി സംയോജനം നടന്നത് എപ്പോഴാണ്? 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുക്കൊച്ചി സംയോജനം നടന്നത്. 1.25 കോടി മലയാളികൾ ആരുടെ കൃതിയാണ്? EMS. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി കേരള സംസ്ഥാനം രൂപീകൃതമായത് എപ്പോഴാണ്? 1956 നവംബർ 1. മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്ത തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്. കേരളത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശങ്ങൾ തെക്കൻ കർണാടകയുടെ ഭാഗമായിരുന്ന കർണാടക, ഹൊസ്ദുർഗ് എന്നിവയാണ്. ഐക്യ
ഐക്യകേരള പ്രതിജ്ഞ എഴുതി തയ്യാറാക്കിയത് ആരാണ്? NV കൃഷ്ണവാര്യരാണ്. ആരാണ്? NV കൃഷ്ണവാര്യർ. ഇനി കേരള നവോത്ഥാനത്തെക്കുറിച്ചാണ് അടുത്തതായി നമ്മൾ പഠിക്കുന്നത്. അതിൽ കേരള നവോത്ഥാനം എന്നതിൽ ദുരവസ്ഥ എന്ന കൃതി രചിച്ചതാരാണ്? കുമാരനാശാനാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ച നവോത്ഥാന നായകനാരാണ്? വിവേകാനന്ദൻ. നമ്മൾ മുമ്പൊരു വീഡിയോയിൽ ഇത് പറഞ്ഞതാണ് അല്ലേ. ഇനി ഇതിൽ വൈകുണ്ഠസ്വാമികളെ പറ്റി കുറച്ച് പോയിന്റ്സ് പറയാം, ശ്രദ്ധിച്ചോളൂ. വൈകുണ്ഠസ്വാമികൾ ജനിച്ചത് ശാസ്താം കോവിലാണ്, കന്യാകുമാരിയിലെ ശാസ്താം കോവിൽ. സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ചയാളാണ് ആര്? വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. വേല ചെയ്താൽ കൂലി കിട്ടണം ആരുടെ വാക്കുകളാണിത്? വൈകുണ്ഠസ്വാമികളുടെ വാക്കുകളാണ്. ബ്രിട്ടീഷ് ഭരണത്തെ വൈകുണ്ഠസ്വാമികൾ വിശേഷിപ്പിച്ചത് എങ്ങനെയാണ്? വെൺ നീച ഭരണം. വെൺ നീച ഭരണം എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷ് ഭരണത്തെ വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠസ്വാമികൾ. അപ്പോൾ വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച സംഘടന ഏതാണ്? സമത്വ സമാജം. ഇനി ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പറയാം. ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് എവിടെയാണ്? കണ്ണമ്മൂല, തിരുവനന്തപുരം ജില്ലയിലാണ്. അഗസ്ത്യരോടൊപ്പം മിശ്രഭോജനം നടത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? ചട്ടമ്പി സ്വാമികൾ. ചട്ടമ്പി സ്വാമിയുടെ യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ. അപ്പോൾ അദ്ദേഹം ജനിച്ച സ്ഥലം കണ്ണമ്മൂല, തിരുവനന്തപുരമാണ്. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതികളാണിത്. വേദാധികാര നിരൂപണവും പ്രാചീന മലയാളവും. അപ്പോൾ പ്രാചീന മലയാളം എന്ന കൃതി ആരുടെയാണ്? ഏത് നവോത്ഥാന നായകൻ്റേതാണെന്ന് ചോദിച്ചാൽ ചട്ടമ്പി സ്വാമികളുടേതാണ്. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് പറഞ്ഞ മഹാനാണ് അദ്ദേഹം. ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം എവിടെയാണ്? പന്മന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനനസ്ഥലം കണ്ണമ്മൂലയും സമാധി സ്ഥലം പന്മനയുമാണ്. ഓക്കെ, ഇനി ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാം. ജനിച്ചത് ചെമ്പഴന്തിയാണ്, തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി എന്ന സ്ഥലത്ത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ആത്മോപദേശ ശതകം, ദർശനമാല, ദൈവദശകം. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ആരാണ്? ശ്രീനാരായണ ഗുരു. പുലിക്കുടി, തിരണ്ടു കല്യാണം, താലികെട്ടു കല്യാണം എന്നിവയ്ക്കെതിരെ ജനങ്ങളെ ബോധവൽക്കരിച്ച നേതാവ് കൂടിയാണ് ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ചതും അദ്ദേഹമാണ്. 1903 SNDP സ്ഥാപിക്കുന്നത്. ശ്രീനാരായണ ഗുരു നടത്തിയ അവസാന പ്രതിഷ്ഠ എവിടെയാണ്? കളവൻകോട്. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം എന്ന് പറഞ്ഞ മഹാനാണ് ശ്രീനാരായണ ഗുരു. ഇനി അരുവിപ്പുറം ശിവലിംഗ പ്രതിഷ്ഠ ഉള്ള സ്ഥലമാണ്. കാരമുക്ക് ദീപപ്രതിഷ്ഠ, ശിവഗിരിയിൽ ശാരദ പ്രതിഷ്ഠ. അദ്ദേഹത്തിൻ്റെ മഹത് വചനങ്ങൾ പറയാം. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യരുടെ വേഷം, ഭാഷ, മതം എന്നിവ വ്യത്യസ്തമായാലും അവരുടെ ജാതി ഒന്നായതുകൊണ്ട് അന്യോന്യം വിവാഹവും പന്തിഭോജനവും ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്നിവയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത് വചനങ്ങൾ. ഓക്കെ, അടുത്ത നവോത്ഥാന നായകന്മാരെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇതുവരേക്കും ബൈ.